പടിഞ്ഞാറൻ രാജ്യങ്ങൾ ദശകങ്ങളോളം ഉപരോധങ്ങളിൽ കുടുക്കിയ രാജ്യമാണ് ഇറാൻ. ഈ ഉപരോധങ്ങളെ ഇറാൻ നേരിട്ടത് ബദലുകൾ തേടിക്കൊണ്ടായിരുന്നു. സാമ്പത്തികമായും സാങ്കേതികമായും സൈനികമായുമെല്ലാം ബദലുകൾ തിരയേണ്ടി വന്നു ഇറാന്. സൈനിക ഉപരോധങ്ങളെ ഈ രാജ്യം നേരിട്ടത് ചിലവ് ചുരുങ്ങിയ ആയുധ സാങ്കേതികതകൾ സ്വന്തമായി വികസിപ്പിച്ചെടുത്താണ്. ഇവയിലേറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് ഇറാന്റെ ഡ്രോൺ സാങ്കേതികത. അടുത്ത കാലത്ത് ഇറാന്റെ ഡ്രോണുകൾ ചർച്ചയിലെത്തുകയും ചെയ്തിരുന്നു. ഉക്രൈനെതിരെ ഇറാൻ നിർമ്മിത കാമിക്കേസെ ഡ്രോണുകൾ റഷ്യ പ്രയോഗിച്ചതോടെ വലിയ നാശങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. ഇറാന്റെ തന്നെ നിർമ്മിതമായ ഷാഹേ ഡ്രോണുകളും റഷ്യയുടെ കൈവശമുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയും ചെയ്തു. ഉയർന്ന ശേഷിയുള്ളവയാണ് ഈ ഡ്രോണുകൾ. ഇവ ഉക്രൈനു നേരെ റഷ്യ പലവട്ടം പ്രയോഗിക്കുകയും ഉണ്ടായി. റഷ്യയിൽ ഈ ഡ്രോണുകൾ നിർമ്മിക്കാൻ ഇറാൻ സഹായം നൽകുന്നതായും ആരോപണങ്ങൾ ഉയർന്നു. അമേരിക്ക ഇറാന്റെ ഡ്രോൺ കോപ്പിയടിച്ചതോടെ രാജ്യത്തിന്റെ ഡ്രോൺ സാങ്കേതിക ശേഷി വീണ്ടും ചർച്ചയാവുകയാണ്. ടെഹ്റാന്റെ ഷാഹിദ് കാമിക്കാസെ ഡ്രോണുകളുടെ US നിർമ്മിത പതിപ്പുകൾ മിഡിൽ ഈസ്റ്റിലേക്ക് വിന്യസിക്കാനുള്ള പദ്ധതി വാഷിംഗ്ടൺ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഇറാനിയൻ ഡ്രോണിന് മുന്നിൽ മുട്ടുകുത്തി അത് പകർത്താൻ അമേരിക്ക നിർബന്ധിതരായെന്ന് ഇറാൻ പറയുന്നു. 2024 ജോർദാനിൽ നടന്ന ആക്രമണം ഉൾപ്പെടെ അമേരിക്കൻ സേനയ്ക്കെതിരെ ഇറാൻ കുറഞ്ഞ വിലയ്ക്ക് ഡ്രോണുകൾ ഉപയോഗിക്കുകയും ഉക്രൈനിലും മിഡിൽ ഈസ്റ്റിലും ഉടനീളമുള്ള പ്രാദേശിക മിലിഷ്യകളിലും ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. മിഡിൽ ഈസ്റ്റിലും അതിനപ്പുറത്തും ശക്തി തെളിയിക്കാൻ ഇറാൻ ഡ്രോണുകളെ വളരെയധികം ആശ്രയിക്കും. അവയെ നേരിട്ട് ഉപയോഗിക്കുകയും അടിസ്ഥാന സൗകര്യങ്ങൾ, സൈനിക ലക്ഷ്യങ്ങൾ, സമുദ്ര ഷിപ്പിംഗ് എന്നിവ ആക്രമിക്കാൻ യമൻ, ഇറാഖ്, സിറിയ എന്നിവിടങ്ങളിലെ സഖ്യസേനകൾക്ക് വിതരണം ചെയ്യുകയും ചെയ്യുന്നു. ഈ കാമിക്കേസെ ശൈലിയിലുള്ള UAVകൾ പ്രവർത്തന നിരതത്വം നിലനിർത്തുകയും പരമ്പരാഗത പ്രതിരോധങ്ങളെ വെല്ലുവിളിക്കുകയും ചെയ്യുമ്പോൾ കുറഞ്ഞ ചെലവിൽ എതിരാളികളെ ഭീഷണിപ്പെടുത്തുന്നതിന് ഡ്രോണുകൾ ഇറാൻ ഉപയോഗിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിന് അപ്പുറം 2022 അവസാനം മുതൽ ഉക്രൈനിൽ ഇറാൻ വിതരണം ചെയ്ത ഷാഹേഡ് ട്രൈബ് ഡ്രോണുകൾ റഷ്യ വിന്യസിച്ചിട്ടുമുണ്ട്. ഇത് ഉക്രൈന്റെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങളെയും പീരങ്കി സ്ഥാനങ്ങളെയും തകർക്കുകയും ചെയ്തു. പിടിച്ചെടുത്ത അവശിഷ്ടങ്ങൾ ഇറാനിയൻ ഘടകങ്ങളെ സ്ഥിരീകരിക്കുകയാണ്. കൂടാതെ 2025 മോസ്കോ അവയെ ആശ്രയിക്കുന്നുണ്ട്. ആധുനിക യുദ്ധത്തിൽ ചെലവ് കുറഞ്ഞതും ഉപയോഗിക്കാൻ കഴിയുന്നതുമായ ഡ്രോണുകളുടെ വർദ്ധിച്ചുവരുന്ന പ്രാധാന്യമാണ് ഈ വിന്യാസം എടുത്തു കാണിക്കുന്നത്. പരമ്പരാഗത സൈനിക പ്ലാറ്റ്ഫോമുകളേക്കാൾ വളരെ കുറഞ്ഞ ചെലവിൽ കൃത്യമായ ആക്രമണങ്ങൾ നടത്താൻ ഈ സംവിധാനങ്ങൾ സംസ്ഥാനങ്ങളെയും സായുധ സംഘങ്ങളെയും പ്രാപ്തമാക്കിയിട്ടുണ്ട്. ഈ വർഷം ആദ്യം ഇസ്രയേലിന്റെ 12 ദിവസത്തെ യുദ്ധത്തിന്റെ ഭാഗമായി ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ US നടത്തിയ ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള വർദ്ധിച്ചുവരുന്ന പ്രാദേശിക സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ വിന്യാസം. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഷാഹിദിന്റെ മാതൃകയിൽ സ്വന്തമായ ഡ്രോണുകളുടെ ഒരു കൂട്ടമാണ് നിർമ്മിക്കുന്നത്. ഷാഹിദ് ഡിസൈൻ റഷ്യയ്ക്ക് ഇറാൻ നൽകി. അവിടെ ഉക്രൈനിൽ ഉപയോഗിക്കുന്നതിനായി ജറാൻ 2 എന്ന പേരിൽ ഇത് വൻതോതിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തു. നഗരങ്ങൾക്കും യുദ്ധക്കള സ്ഥാനങ്ങൾക്കും നേരെ ഡ്രോണുകൾ വ്യാപകമായി ഉപയോഗിച്ചിട്ടുണ്ട്. തങ്ങളുടെ സാങ്കേതിക വിദ്യ പ്രതിരോധ ആവശ്യങ്ങൾക്കായി സേവിക്കുമെന്നും വിദേശത്ത് നേരിട്ടുള്ള യുദ്ധപ്രവർത്തനങ്ങളിൽ പങ്കാളിത്തം നിഷേധിക്കുന്നുവെന്നും ടെഹ്റാൻ വാദിക്കുന്നുണ്ട്. റഷ്യയ്ക്കും മേഖലയിലുടനീളമുള്ള സായുധ ഗ്രൂപ്പുകൾക്കും ഡ്രോണുകൾ വിതരണം ചെയ്താൽ ഇറാനിയൻ ഡ്രോൺ നിർമ്മാതാക്കൾക്കും സംഭരണ ശൃംഖലകൾക്കും US ആവർത്തിച്ച് ഉപരോധം ഏർപ്പെടുത്തും. ഈ നടപടികൾക്കിടയിലും കുറഞ്ഞ വിലയിലുള്ള ഡ്രോണുകൾ സൈനിക തന്ത്രം രൂപപ്പെടുത്തുകയും ഒന്നിലധികം വേദികളിൽ സംഘർഷങ്ങൾ എങ്ങനെ പോരാടണമെന്ന് പറയുന്നു. അന്താരാഷ്ട്ര സമാധാനത്തിനുള്ള വെല്ലുവിളിയാണ് ഇറാന്റെ ഡ്രോൺ പദ്ധതികളെ US വിശേഷിപ്പിക്കുന്നത്. ഇറാന്റെ ഡ്രോൺ വൈദഗ്ധ്യത്തിൽ ചൈനയ്ക്കും പങ്കുള്ളതായി ആരോപണമുണ്ട്. സ്വിച്ച് ബ്ലേഡ് ഡ്രോണുകൾ എന്നും ഈ കാമിക്കാസെ ഡ്രോണുകളെ വിളിക്കപ്പെടുന്നു. ഇവ സ്ഫോടക വസ്തുക്കൾ നിറച്ച ചെറിയ ആളില്ലാ വിമാനങ്ങളാണ്. എതിരാളികളുടെ ടാങ്കിലേക്കോ സൈനികർക്കിടയിലേക്കോ നേരിട്ട് പറന്നെത്തി സ്വയം പൊട്ടിത്തെറിക്കാൻ ഇവയ്ക്ക് കഴിയും. ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന ഇവ മിക്ക US ഡ്രോണുകളെക്കാളും വില കുറഞ്ഞതും 2 വലിപ്പങ്ങളിൽ ലഭിക്കുന്നതുമാണ്. സ്വിച്ച് ബ്ലേഡ് 300-ന് ഏകദേശം 5 പൗണ്ട് ഭാരമുണ്ട്. 15 മിനിറ്റ് നേരം പറക്കാൻ ഇതിന് കഴിയും. ഒരു ബാഗിൽ കൊണ്ടുപോകാൻ സാധിക്കുന്ന വിധത്തിലാണ് ഇതിന്റെ രൂപകൽപ്പന. സ്വിച്ച് ബ്ലേഡ് 600 എന്ന മറ്റൊന്നിന് ഏകദേശം 50 പൗണ്ട് ഭാരമുണ്ട്. 40 മിനിറ്റ് വരെ പറക്കാനാകും. കവചിത വാഹനങ്ങളെ ലക്ഷ്യമിടാൻ കഴിയുന്ന ലോയിറ്ററിംഗ് മിസൈൽ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. ഡ്രോണുകൾക്ക് പരമ്പരാഗത പ്രതിരോധ മാർഗങ്ങളെ മറികടന്ന് ആക്രമണം നടത്താനുള്ള കഴിവുണ്ട്. പണ്ട് പാകിസ്ഥാനിലെയും യമനിലെയും തീവ്രവാദ മേഖലകൾ ആക്രമിക്കാൻ ഉപയോഗിച്ച പ്രിഡേറ്റർ, റീപ്പർ ഡ്രോണുകളിൽ നിന്ന് പെയ്തിറങ്ങുന്ന ഹെൽഫയർ മിസൈലുകളുടെ ചിത്രങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകും. എന്നാൽ $150,000 വില വരുന്ന പ്രിഡേറ്ററുകൾക്ക് പകരമായി $6,000 കാമിക്കാസെ ഡ്രോണുകൾ ലഭ്യമായി തുടങ്ങിയതിനാൽ ഡ്രോൺ യുദ്ധം മാറി. ചെറിയ മാരകമായ ഇത്തരം ഡ്രോണുകൾ റഡാറിൽ കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. മാത്രമല്ല ഫേസ് റെക്കഗ്നൈസേഷൻ സംവിധാനം ഉപയോഗിച്ച് മനുഷ്യ ഇടപെടൽ ഇല്ലാതെ തന്നെ ലക്ഷ്യസ്ഥാനത്തെത്തുന്ന വിധത്തിൽ ഇവയെ പ്രോഗ്രാം ചെയ്യാൻ കഴിയും. ചെറിയ വാർഹെഡ് ഉൾപ്പെടെ വെറും 5.5 പൗണ്ട് ഭാരം വരുന്ന സ്വിച്ച് ബ്ലേഡിനെ ഒരു ബാഗിൽ കൊണ്ട് നടക്കാൻ കഴിയും. ഇവയ്ക്ക് 7 മൈൽ ദൂരത്തിൽ സഞ്ചരിക്കാനുമാകും. വിക്ഷേപിക്കുമ്പോൾ അവയുടെ ബ്ലേഡ് പോലുള്ള ചിറകുകൾ പുറത്തേക്ക് വരുന്നതിനാലാണ് ഇവയെ സ്വിച്ച് ബ്ലേഡ് എന്ന് വിളിക്കുന്നത്. സ്ഫോടനത്തിന്റെ വ്യാപ്തി ക്രമീകരിക്കാൻ അനുവദിക്കുന്ന ഒരു സവിശേഷ
സവിശേഷതയും ഇതിനുണ്ട്. ഈ വിഭാഗത്തിൽ വരുന്ന ഡ്രോണുകളുടെ ഏറ്റവും നൂതനമായ രൂപമാണ് കാമിക്കാസെ എങ്കിലും റഷ്യ, ചൈന, ഇസ്രായേൽ, ഇറാൻ, തുർക്കി എന്നിവയ്ക്കെല്ലാം ഇതുപോലത്തെ ഡ്രോണുകൾ ഇപ്പോൾ നിലവിൽ കൈവശമുണ്ട്. ഇതെല്ലാം ഉപയോഗിച്ചാണ് അമേരിക്ക ഇപ്പോൾ വലിയൊരു യുദ്ധത്തിന് തയ്യാറെടുക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.